നമ്മുടെ പ്രിയപ്പെട്ട വയനാടിന് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുകയാണ്. സോ എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കോഡിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അതും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് മാപ്പ് തീർച്ചയായിട്ടും ഈ ഒരു ജേർണിയിൽ നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറേയധികം ചലഞ്ചസ് നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നാളെ ഒരു സമയത്ത് നല്ലൊരു ഡെവലപ്പറായിട്ട് തീരാനായിട്ട് സാധിക്കും. വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നല്ലൊരു ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിങ്ങൾ എന്തൊക്കെയായാലും എടുത്തിരിക്കണം. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം. ഒരു ബുക്കും പേനയും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡെസ്കിൽ എപ്പോഴും വെച്ചിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ യൂസേജ്, ഈ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ് അല്ലേ, അതുപോലെയുള്ള യൂട്യൂബ് ആണെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ ഉപയോഗം നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ യൂസ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ബാക്കിയുള്ള സമയം നിങ്ങൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടയേർഡ് ആവും. സോ കുഞ്ഞു ബ്രേക്ക് നിങ്ങൾ എന്തൊക്കെയായാലും ഓരോ ദിവസവും എടുത്തിരിക്കണം. പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, അത് വെബ് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, കോഡിങ് മാത്രമല്ല, നിങ്ങൾ എന്ത് പഠിക്കാൻ ശ്രമിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഇപ്പോൾ 1ാമത്തെ ദിവസം പഠിക്കുന്ന കാര്യം 10ാമത്തെ ദിവസം മറന്നു പോവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ വീക്കിലും നിങ്ങൾ സ്വയം റിവിഷൻ നടത്താനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ബുക്കും പേനയും വെച്ചിട്ട് നിങ്ങൾ എന്താണോ പഠിച്ചത് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ നോട്ട്സ് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ് നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്കില്ല് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതുകൂടി ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും തോന്നുന്ന മറ്റൊരു കാര്യമാണ് എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ചെറിയൊരു ബ്രേക്ക് എടുക്കുക, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ് വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് അത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് തോന്നുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാറ്റി വെച്ചിട്ട് ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അതിൻ്റെ മാക്സിമം യൂസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വലിയൊരു ഫാക്ടറാണ്, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പം തീർച്ചയായിട്ടും കുറച്ച് ഡിസ്റ്റർബൻസും കുറച്ച് ഫ്രസ്ട്രേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ തന്നെ ലാസ്റ്റ് പോർഷൻസിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപക്ഷെ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അവിടെ പോയിട്ട് പഠിക്കാം. പക്ഷെ അവിടെ പോയിട്ട് പഠിക്കാൻ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ എന്തൊക്കെയാലും കൊടുത്തേക്കാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു റോഡ് മാപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരം ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഓരോ റോഡ് മാപ്പിനും ഇപ്പോൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട് അല്ല, ഈ 4 റോഡ് മാപ്പാണ് മെയിനായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് ഓരോ റോഡ് മാപ്പിനും എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയ ഒരു വഴി എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ആയിരുന്നു. വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ കമ്പനിയിൽ ഞങ്ങൾക്ക് ടാസ്ക് അസൈൻ ചെയ്യുന്നത് ടീം ലീഡ് ആണെങ്കിലും ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര സമയം കൊണ്ടാണ് ഈ ടാസ്ക് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം അവിടെ കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പർട്ടിക്കുലർ ഡേയിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടും. അതിനുശേഷം ഈ ഒരു ടാസ്ക് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡെവലപ്പേഴ്സ് എല്ലാം അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 മണിക്കൂർ പറയും, വേറൊരാൾ 16 മണിക്കൂർ പറയും, വേറൊരാൾ 4 മണിക്കൂർ പറയും. അപ്പോൾ ഈ ഡെവലപ്പേഴ്സിൻ്റെ എല്ലാവരുടെ ഈ കൗണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഒരു സെയിം കാര്യമാണ് ഞങ്ങളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓരോ റോഡ് മാപ്പിനും എത്ര സമയം എടുക്കുക എന്നുള്ളത് ഞാൻ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തും ചോദിച്ചു. അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സും ഉണ്ട്. പിന്നെ ഞങ്ങൾ 2 സെൽഫ് ലേണിംഗ് പഠിക്കുന്ന ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് കൂടി അവരുടെ കൂടി അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും പറഞ്ഞതിനനുസരിച്ചാണ് നമ്മളിതിൻ്റെ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു റോഡ് മാപ്പിനെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെയാണ് നമ്മുടെ റോഡ് മാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു വെൽക്കം മെസ്സേജ് മാത്രമാണ്. താഴെ നിങ്ങൾക്ക് ഇവിടെ ഓരോ ടാബ് കാണാൻ പറ്റും. അതിൻ്റെ ഓർഡർ ഞാൻ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവർവ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഓവർവ്യൂവിൽ എനിക്ക് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതിനുശേഷം നിങ്ങളത് കണ്ടാൽ മതിയാവും. ഇപ്പോൾ അത് കാണേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് HTML റോഡ് മാപ്പാണ്. സോ HTML റോഡ് മാപ്പ് നമ്മൾ ഏതൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോഴും
തുടക്കത്തിൽ തന്നെ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ ദിവസം തന്നെ 8 മണിക്കൂർ 10 മണിക്കൂറൊന്നും സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ചെറിയ നമ്പേഴ്സിൽ നിന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളിവിടെ 6 days ആണ് HTML പഠിക്കാനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ മിനിമം 4 to 6 hours നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് ഒരു ഡെവലപ്പറാണ്, ആളുടെ പേര് ഫസീല എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡേ 1 എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് എത്ര സമയം വെച്ചിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഒരു അസംഷൻ മാത്രമാണ്. ഈ ഒരു ടൈം, ഈ ടോപ്പിക് എന്തൊക്കെയാലും നിങ്ങൾ പഠിച്ചിരിക്കണം, പക്ഷേ ഈ ടൈമിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിന് 20 മിനിറ്റേ ഉള്ളൂ, അപ്പോൾ അതിനുള്ളിൽ തന്നെ എനിക്കിത് പഠിച്ചു തീർക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? ചില ടോപ്പിക്കിന് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇനിയിപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് റിസോഴ്സ് നോക്കി പഠിക്കണം എന്നുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നിർബന്ധമായിരുന്നു, ഇനി റിസോഴ്സ് കണ്ടുപിടിച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം കളയണ്ട എന്നുള്ളത്. സോ ഞങ്ങൾ മാക്സിമം റിസോഴ്സസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യത്തെ ദിവസം ഇൻ്റർനെറ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് അത് കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കമൻറ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആഡ് ചെയ്യാം. എത്ര സമയം കൊണ്ടാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തത്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് നിങ്ങൾ ഫേസ് ചെയ്തത്, പിന്നെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു നോട്ട് പോലെ നിങ്ങൾക്കിവിടെ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കോഡിങ് തിയറി മാത്രമല്ല, തിയറി ഒരു പാർട്ട് മാത്രമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത് ശീലിക്കേണ്ട കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ഞങ്ങൾ എല്ലാ ദിവസത്തിൻ്റെ അവസാനം ഒരു പ്രാക്ടീസ് സെഷൻ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രാക്ടീസ് സെഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഡേ 2 വരുമ്പം എന്തൊക്കെ പഠിക്കണം, സെയിം കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡേ 3 ഉണ്ട്, ഡേ 4, ഡേ 5, ഡേ 6. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 6 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇവിടെ താഴെ വന്നിട്ട് ക്ലിക്ക് ചെയ്താലും മതി. പിന്നെ ഗുഡ് ടു കവർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്ട്രാ കുറേ ടോപ്പിക്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ ഈ ഗുഡ് ടു കവർ എന്നുള്ളത് ബൈ എക്സ്പീരിയൻസിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റുന്നത് മാത്രം കവർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, CSSലേക്ക് പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ച് ടൈമിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ് ടു കവർ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക, CSSലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ CSSൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ CSSൻ്റെ ഇതിലേക്ക് വന്നു. അപ്പോൾ അതുപോലെ തന്നെ CSSന് നമ്മൾ 10 ദിവസമാണ്, 70 മണിക്കൂറാണ്, മിനിമം 5 to 7 hours. നേരത്തെ 4 to 6 hours ആയിരുന്നു, അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറൂടെ കൂട്ടി 5 to 7 hours ആണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്ഥലത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്രൊജക്ട്സ് ഒക്കെ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ CSSൽ മുതലാണ് നമ്മൾ മെയിൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഇതിനകത്ത് പറയുന്ന എന്താണോ അതിനനുസരിച്ചുള്ള മെയിൻ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ CSSനകത്തും ഗുഡ് ടു കവർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സമയം പോലെ പഠിക്കുക. അതിനുശേഷം CSS പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CSS റെസ്പോൺസീവ് പോർഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പോൺസീവ് ആക്കിയിരിക്കണം. സോ അതിനകത്ത് നിങ്ങൾ 3 മീഡിയ ക്വയറീസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോജക്റ്റിനകത്തേക്ക് ഇതിനകത്ത് ടാസ്ക് ഞാൻ പറയുന്നുണ്ട്, മേക്ക് യുവർ മെയിൻ പ്രോജക്റ്റ് റെസ്പോൺസീവ്. ഓക്കെ, അതിനുശേഷം നമ്മൾ JSൻ്റെ റോഡ് മാപ്പിലേക്ക് വരാം. JS മുതലായിരിക്കും താരതമ്യേന HTMLും CSസും നിങ്ങൾക്ക് കുറച്ച് വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ കോറായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു ജേണിയിൽ ജാവാസ്ക്രിപ്റ്റാണ് മെയിൻ പില്ലർ എന്ന് പറയുന്നത്. മനസ്സിലായി? ബാക്കിയെല്ലാം കുട്ടി പില്ലറാണ്. അപ്പം ജാവാസ്ക്രിപ്റ്റിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അതായിരിക്കും നിങ്ങളുടെ ഈ ഒരു ജേണിയിലെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് അതുകൊണ്ട് തന്നെ നമ്മൾ 38 days 266 hours ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 6 to 8 hours ഇവിടെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ സമയം കൂട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്തത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്, സിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു എന്താണ് ഒരു ജേണിയാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു എക്സൽ ഷീറ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് സെഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരയാണെങ്കിലും പ്രാക്ടീസ് ഉണ്ട്, പിന്നെ അരയ്ക്ക് വീണ്ടും നമ്മൾ എക്സ്ട്രാ സമയം കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റിന് നമ്മൾ വലിയൊരു പ്രാക്ടീസ് സെഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ലൂപ്പ് പഠിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളെ കൊണ്ട് ചെറിയ പാറ്റേൺസ് പ്രിൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പിന്നെ അരേ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നെസ്റ്റഡ് ഒബ്ജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 29, 30, 31, 32, 33, 36, ഓക്കെ 36 ആൻഡ് 37 ഡേയ്സിലാണ് നിങ്ങളുടെ മെയിൻ പ്രോജക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാനിവിടെ പറയുന്നുണ്ട്, ഞാനൊരു ജാവാസ്ക്രിപ്റ്റ് 30 എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു 30 പ്രോജക്റ്റ് കൂടിയുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളൊരു 5 to 7 ജാവാസ്ക്രിപ്റ്റ് പ്രോജക്റ്റ് കവർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് റിയാക്റ്റിലേക്ക് കിടക്കണം അല്ലേ. ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് റിയാക്റ്റിലേക്കാണ്. പക്ഷേ നമ്മുടെ റോഡ് മാപ്പിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ അതിന് മുന്നേ പഠിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഗുഡ് ടു കവർ ഉണ്ട് കേട്ടോ. ഗുഡ് ടു കവർ കുറച്ച് ഇതൊക്കെ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഗുഡ് ടു കവറിനകത്തുള്ളതും എല്ലാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ സമയം പോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ക്ലോഷർ എന്നൊക്കെ പറയുന്നത് ഞാൻ അറ്റൻഡ് ചെയ്ത മിക്ക ഇൻ്റർവ്യൂവിലും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബൈൻഡ്, കോള്, അപ്ലൈ എന്നൊക്കെ പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫിഗ്മയിലേക്കാണ്. അപ്പോൾ ഫിഗ്മയ്ക്കൊന്നും നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫിഗ്മയ്ക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ആ ഒരു ഓവർവ്യൂ എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഫിഗ്മയ്ക്കൊന്നും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫിഗ്മയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത്. കാരണം നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് പോകാൻ നേരം നമുക്ക് ഡിസൈനർ നമുക്കൊരു ഫിഗ്മ ഫയലായിരിക്കും തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇമേജസ് എക്സ്പോർട്ട് ചെയ്യാൻ അറിയണം. അപ്പോൾ അതിനകത്തായിരിക്കും നമുക്ക് ടൈപ്പോഗ്രഫി എല്ലാം ഉള്ളതല്ലേ, അല്ലെങ്കിൽ ബോക്സും എല്ലാം ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് വാല്യൂസ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ഫോണ്ട് സൈസ് നമ്മൾ കൊടുക്കാൻ നേരം അത് 14 പിക്സലാണോ 16 പിക്സലാണോ എന്നുള്ളത് ആ ഒരു ഫിഗ്മയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്കൊരു വേണം, ഒരു ചെറിയൊരു പരിചയം വേണം. ഓക്കെ, ഫിഗ്മ കഴിഞ്ഞിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഗിറ്റബ് ആണ്. കാരണം നമ്മൾ ഇനിയിപ്പം നമ്മൾ റിയാക്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ കുറേ പ്രോജക്ട്സ് ചെയ്യും. അപ്പോൾ ആ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾ എങ്ങോട്ട് പുഷ് ചെയ്യണം, നമ്മുടെ ഗിറ്റിലേക്ക് പുഷ് ചെയ്യണം, അതിനെ ഡിപ്ലോയ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളൊരു 4 ദിവസം നമ്മൾ ഗിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സാഫു എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ആക്ച്വലി അവൻ വീട്ടിലിരുന്ന് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന ഒരാളാണ്. സോ അവന് ഈ ഒരു ജേണിയിൽ ഞങ്ങൾക്ക് കിട്ടിയത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. കാരണം അവൻ്റെ കുറേ ഇൻപുട്സ്, കാരണം അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതാണ്. അപ്പം നമുക്ക് അറിയത്തില്ലല്ലോ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഉള്ള സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഈ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഫുവിൻ്റെ ഒരുപാട് ഇൻപുട്സ് ഞങ്ങൾക്ക് സജഷൻസ് ഞങ്ങൾക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. 4 ദിവസമാണ്, ടോട്ടൽ ഹവേഴ്സ് 19 ഹവേഴ്സാണ് ഉള്ളത്. ഓക്കെ, ചീറ്റ് ഷീറ്റൊക്കെ അവൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ റിയാക്റ്റ് JSലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ റിയാക്ട് JS ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അഗൈൻ ഞാനാണ്. അപ്പോൾ റിയാക്ട് JSനകത്ത് കൂടുതൽ റിസോഴ്സസ് ഞാൻ കൊടുത്തിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ടൊരു കാരണം, ഇപ്പം സാഫു ആണെങ്കിലും ഞങ്ങളോട് സജസ്റ്റ് ചെയ്തൊരു കാര്യം, ഇങ്ങനെ എല്ലാ റിസോഴ്സസും നമ്മൾ കൊടുത്ത് ഒരാളെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് ഒരു തുടക്കത്തിലൊക്കെ ഞങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ റിസോഴ്സസ് കൊടുത്തു. ജാവാസ്ക്രിപ്റ്റിലേക്കൊക്കെ വരുമ്പം നിങ്ങൾ സ്വയം ഒരു പഠിക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് എന്തൊക്കെയായാലും കിട്ടിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര സമയം സ്പെൻഡ് ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റോഡ് മാപ്പിലൂടെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, റിയാക്ട് JS ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന ലിങ്ക്സൊക്കെ ഞാൻ അത് ആഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്വയം ഇരുന്ന് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ സഫു പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി ചെല്ലുമ്പം വേറൊരു ഫ്രെയിം വർക്ക് തന്നിട്ട് അത് പഠിച്ചെടുത്തിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യണം, ഫ്യൂച്ചറിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്വന്തമായിട്ട് പഠിച്ച് ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയം തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നല്ലതാണെന്ന് സഫു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും നമ്മൾ
പ്രാക്ടീസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുഡ് ടു കവർ ഉണ്ട്. മെയിൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റൊക്കെ വെച്ചിട്ട് ഒരു മെയിൻ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോജക്റ്റിനെ നിങ്ങൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? റിയാക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ടെയിൽവിൻഡ് CSS-ഉം റിയാക്റ്റും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തായി? കൺഗ്രാറ്റ്സ്, യു ആർ എ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ. പക്ഷേ നമ്മുടെ കരിയറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനീസൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്കില്ല് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളത്. ആ ഒരു സ്കില്ലാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിനകത്ത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ടില്ല നമ്മൾ. ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യാനുള്ളത് നമുക്ക് Node.js ആണ്. സോ Node.js ഇതൊരു വേർഷൻ, ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു വേർഷൻ 1 ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിൽ ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. സോ നമുക്ക് വേർഷൻ 1.1 എന്നോ വേർഷൻ 2 എന്നോ മേജർ അപ്ഡേറ്റ് വരുമ്പം വേർഷൻ 2 വേർഷൻ 3 എന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ ഹെല്ല് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമ്മളൊരു ട്യൂട്ടോറിയൽ പർച്ചേസ് ചെയ്യുന്നു, അത് നമ്മൾ 30% കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നെ വേറൊരു യൂട്യൂബിനകത്ത് വേറൊരു ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ അവസാനം ട്യൂട്ടോറിയൽസിനകത്ത് നമ്മളിങ്ങനെ കടന്ന് കറങ്ങുന്ന ഒരു സംഭവമാണ് ഈ ട്യൂട്ടോറിയൽ ഹെല്ലെന്ന് പറയുന്നത്. സോ മാക്സിമം അതിൽ അകപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും എന്ത് ആഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ആഡ് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ്. കൂടുതലും നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് HTML പ്ലേലിസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് HTML പ്ലേലിസ്റ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ CSS-നാണെങ്കിലും എൻ്റെ ഒരു CSS-ൻ്റെ വീഡിയോ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ JS-ലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, JS-ലും കൊടുത്തിട്ടുണ്ട്, റിയാക്റ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഉൾപ്പെടുത്താൻ കാരണമെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, മലയാളത്തിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു റോഡ് മാപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു കംപ്ലീറ്റ്ലി ഫ്രീ റിസോഴ്സ് എന്ന നിലയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അവസാനം വരെയും ഞാൻ വിചാരിച്ചത് ഇതൊരു ഫ്രീ റിസോഴ്സായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഡിസ്കഷനിൽ എൻ്റെ കൂടെ ഇതിനു വേണ്ടി സഹായിച്ച ഡെവലപ്പേഴ്സ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. അതിനകത്തുള്ളൊരു സൈക്കോളജി എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യവും ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിനൊരു വിലയുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇത് പബ്ലിക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാവരിലേക്കും എത്താൻ പറ്റും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് ആത്മാർത്ഥമായിട്ട് പഠിച്ച് ജോലി നേടണം, വീട്ടിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് കോഡിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഇത് എത്തിയാൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഇതിനെല്ലാം പുറമെ എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി വേണം അല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സസ് നമ്മൾ ലിമിറ്റഡ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരൊക്കെയാണ് വീട്ടിലിരുന്ന് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് സെപ്പറേറ്റ് നമുക്കിതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അത് ഈ ഒരു ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ട എത്രയാണെന്ന് വെച്ചാൽ വെറും 2,999 രൂപ മാത്രമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, അത്രയൊന്നും പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പരിപാടി ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ചാനലിൽ പോവുക, ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഡ് ഫ്രം ഹോം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ പേ ചെയ്യുന്നത് വെറും 199 രൂപയാണ് പെർ മന്ത് പേ ചെയ്യേണ്ടത്. എനിക്ക് ഒരുപാട് കമൻസ് ഇപ്പം ടെലിഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ എനിക്ക് സഹായിക്കണം, ഈ ഒരു ജേർണിയിൽ എനിക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സെപ്പറേറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും ഇതിൻ്റെ ഡിസ്കഷൻസിനെ കൊണ്ടുപോകാനും സാധിക്കും.
എൻ്റെ മറ്റൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റിൽ നമ്മൾക്ക് കിട്ടുന്ന മെമ്പർഷിപ്പിൻ്റെ മുഴുവൻ തുകയും ഞാൻ വയനാടിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഈ പേ ചെയ്യുന്ന 199 രൂപയ്ക്കകത്ത് 30% കമ്മീഷൻ എടുക്കുന്നത് യൂട്യൂബ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പൈസ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് കിട്ടുന്ന പൈസയും പിന്നെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനോട് ചേർത്തിട്ട് ഞാനത് നമ്മുടെ പ്രിയപ്പെട്ട വയനാടിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു എക്സൽ ഷീറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.